താണക്കേട്ടവരെ നീ പോണില്ലേ അവിടെ നിന്ന്? എടാ എല്ലാത്തിനെയും വിളിച്ചോണ്ട് പോടാ. ഉഷിരോടെ വിളിക്കുന്നുണ്ടല്ലോ ആ മക്കളെന്ന് പോയില്ലേ? ഞങ്ങളങ്ങനെ ചുമ്മാ പോകാൻ വന്നതല്ല. ഞങ്ങളുടെ കൊച്ചിനെ അവൻ താലി കെട്ടി കൊണ്ടുവന്നതാ. ഞങ്ങൾ വേറെ എവിടെ പോകാൻ? അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയുന്നു, ഞങ്ങൾ പോകില്ല 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 ഞങ്ങൾ ഇവിടുന്ന് പോകില്ല ഞങ്ങൾ ഇവിടുന്ന് പോകില്ല 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 ഞങ്ങൾ ഇവിടുന്ന് പോകില്ല ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പെൺകുട്ടിയെ വീണ്ടകത്ത് കയറ്റാൻ വേണ്ടിട്ട് എല്ലാരും കൂടെ കിടന്ന് സമരം വിളിക്കണം. അമ്മുമ്മോ, യവനെ ഇവന്റെ ആൾക്കാർ ഇവിടെ കിടന്ന് കാണിക്കുന്നതേ കുറച്ച് ഓവറല്ലേ? എടോ അമ്മാവാ, എന്റെ ക്ഷമ നശിച്ചു നിൽക്കുക. എന്തൊരു ദ്രോഹമാണോ ഈ കാണിച്ചത്? ഈ കൊച്ചിന്റെ അച്ഛനും അമ്മ ഏതാ? നീ ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സുദർശൻ, പെണ്ണിന്റെ ഒരു അമ്മാവൻ. അമ്മൂമ്മ, ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടെ ഒന്ന് കേക്ക്. അങ്ങനെ ചുമ്മാ വിളിച്ചിറക്കിക്കൊണ്ട് വന്നോന്നല്ല എന്നെ. 4 ആൾക്കാർ മുന്നിൽ നല്ല അന്തസ്സോടെ കെട്ടിക്കൊണ്ട് വന്നോ എന്റെ കേശുവേട്ടൻ. എന്നാലേ കെട്ടിയ താലി കെട്ടിയ പട്ടിനെ വിളിച്ചോണ്ട് ഇവിടുന്ന് പോവാൻ നോക്ക്. ചുമ്മാ ഒരുമാതിരി വർത്താനം പറയാതിരിക്കല്ലേ. മോളെ, അങ്ങനെ അമ്മാവനെ പോലെ ചാടി കയറി കയ്യബദ്ധം കാണിക്കല്ലേ. ഒന്നില്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ ചേച്ചി നമ്മുടെ അമ്മൂമ്മയല്ലേ അത്? ആരാണോ നിന്റെ അമ്മൂമ്മ? ആരാ നിന്റെ അമ്മൂമ്മന്ന്? കേശേ, എല്ലാരും വിളിച്ചിട്ട് പോവാൻ നോക്ക് നീ. അമ്മായി നിർത്തിക്കേ. മീനുകെട്ടൊന്ന് മാറി. അമ്മായിയെ, ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എവള് നേരത്തെ പറഞ്ഞ പോലെ ഒളിച്ചോടിക്കൊണ്ട് വന്നൊന്നുമല്ല നമ്മള്. നല്ല അന്തസ്സായിട്ട് വിളിച്ചു വരുത്തിയ ആൾക്കാരുടെ ഫ്രണ്ടിൽ വെച്ച് എവളുടെ കഴുത്തി ഞാൻ താലി കെട്ടി കൊണ്ടുവന്ന എന്റെ പെണ്ണ. എവളെയും വിളിച്ചോണ്ട് ഞാൻ എങ്ങോട്ടും പോവില്ല പോവില്ല പോവില്ല. ഗൗരിയമ്മായെ, ഞങ്ങൾ അങ്ങനെ ചുമ്മാ ഇറക്കി വിടാനൊന്നും പറ്റത്തൊന്നുമില്ല. ലച്ചുവച്ചിക്കും ശിവാനിക്കും പാറുകുട്ടികളുള്ളതുപോലെ ഈ വീടിന്റെ ഒരു ഓഹരി എന്റെ കേശുവേട്ടന് അവകാശപ്പെട്ടതാ. ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ട്. കൂടെ അമ്മാവനും ഉണ്ട്. കൊള്ളാമല്ലോ പിള്ളാരെ, പറഞ്ഞതൊക്കെ കേട്ടോ? വന്ന് കേറിയില്ല, അതിനുമുമ്പേ അവകാശം പറഞ്ഞു തുടങ്ങിയില്ലയോ? ലച്ചുവേ, പറഞ്ഞതൊക്കെ കേട്ടോ? നിന്റെയും നിന്റെ ആൾക്കാരുടെ കോപ്രായം ഒന്നും കണ്ടോണ്ടിരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഇവിടെ കുടുംബത്ത് പറഞ്ഞവര് താമസിക്കുന്ന നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോ. പിന്നെ ഒരു കാര്യം കൂടെ, നീ എന്റെ ജന്മത്തലേന്ന് വിളിച്ചു പോരുത്. അങ്ങനെയാണെങ്കിൽ അളിയാൻ ഇപ്പൊ അളിയെന്ന് വിളിച്ചേ. അത് പിന്നെ ഒരു ഫ്ലൈക്ക് വിളിച്ചത് ഞാനാ. ഇതുവരെ നിന്നെ പകുതി കാര്യം അറിഞ്ഞോണ്ട് കേശുവിനെ പറയരുത്. വലിയൊരു സൽക്കർമ്മം ചെയ്തോണ്ടാ കേശോടെ നിൽക്കുന്നത്. എന്ത് സൽക്കർമ്മം? കൊറേ നേരമായിട്ട് സൽക്കർമ്മം സൽക്കർമ്മം എന്ന് പറയുന്നുണ്ടല്ലോ. എന്ത് സൽക്കർമ്മ ചെയ്തത്? അളിയാ പറഞ്ഞു കൊടുക്കലയാ. നിന്റെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയത്തില്ല. നീ അളിയല്ല, എന്റെ സ്വന്തം അളിയൻ, എന്റെ മീനൂട്ടിയുടെ ആങ്ങള. പറഞ്ഞു കൊടളിയാ. ഇന്ന് രാവിലെ 10-നും 10:30 ശുഭമുഹൂർത്തത്തിൽ എന്റെ ഈ പെങ്ങടെ കല്യാണം നടക്കായിരുന്ന അപ്പഴാ ചെറുക്കൻ ഒളിച്ചോടി. അവന് ബുദ്ധിയുണ്ട്, അതുകൊണ്ട്. എന്റെ അനന്തരം അവളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ട് ആ സമയമായപ്പോ അവൻ വേറെ പെണ്ണിനെ കൊണ്ട് മുങ്ങി. അവനെ ഞാൻ പിന്നെ കണ്ടോളാം. അങ്ങനെ എന്റെ കൊച്ചിന്റെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോ മുന്നും പിന്നും നോക്കാതെ ഈ കൊച്ചിന്റെ കഴുത്തിൽ താലി കെട്ടിയവരാണ് കേശു. അത്രക്ക് നന്മ ഉള്ളവരാണ് ഈ കേശു. നിനക്ക് അപ്പുറത്തോണ ഇവിടെ നിക്കണം. വായിച്ച് മിണ്ടാന്നോളാം. പറഞ്ഞല്ലോ, ഞാൻ സുദർശൻ, പെണ്ണിന്റെ ഒരേ ഒരു അമ്മാവൻ. ഞാൻ വിചാരിച്ചു കാരണം പോയക്കോറം കിട്ടിയെന്ന്. ഞാനിവിടെ ഉള്ളപ്പോഴാണ് ചിലപ്പോ കിട്ടും.